ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ കൊല്ലം കോളേജ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ കോളേജ് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തോ ഒരു സംഭവം ഇല്ലേ. അതെ, ഒരു സംഭവമുണ്ട്. അടിപൊളി സംഭവമാണ്. അതെ, എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിൽ പലരും ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്. അത് പി സിയിൽ നല്ല ഹൈ എൻഡ് പി സി, നല്ല കിഡിലായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന പി സിയിൽ ഗെയിം കളിക്കാൻ ഒരു അവസരം കിട്ടിയ എന്ന് വെച്ചാൽ ഹൈ എൻഡ് ആയിട്ടുള്ള പി സീസ് ആണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പി സിയിൽ ഗെയിം കളിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അതും നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ കൊല്ലത്ത്. പലയിടത്തും ഗെയിമിംഗ് സെന്റർ ഉണ്ടെങ്കിൽ പോലും ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ബിൽഡുള്ള ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു, എങ്ങനെ ഇവിടെ വരാം, ഇവിടെ വന്ന് എന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വരിക, വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു പി സി ബിൽഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നോർമൽ ആയിട്ടുള്ളതും ബിൽഡ് ചെയ്യാം. നിങ്ങൾക്ക് ഗെയിമിംഗ് ആണെങ്കിൽ അങ്ങനെയുള്ളതും ബിൽഡ് ചെയ്യാം. അതിനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടും ഉണ്ട്. നമുക്ക് എന്തായാലും പോയി അകത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പുറത്തുനിന്ന് ഒരു ഡോർ തുറന്ന് അകത്തേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റുന്നില്ല, കാര്യം ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അതിന് പകരം ഞാൻ ഒരാളെ കൊണ്ട് വന്നിട്ടുണ്ട്. പലരും കണ്ടിട്ടുണ്ട് കേട്ടോ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ശ്രീധരനാണ്. അപ്പോൾ ശ്രീധരനാണ് ഇവിടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അണ്ണാ, സെറ്റപ്പ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ് കേട്ടോ. ഈ ഡോർ തുറന്ന് അകത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, എന്റെ കിളി പോയി. വന്ന എഫക്ട് എല്ലാം വെളിയിൽ നിന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ, ഇതൊന്നും തോന്നത്തില്ല. ഒരു ഡോറ്, ആ ഒരു ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, സത്യം പറയാലോ, എന്താണെന്ന് പറയേണ്ടതെന്ന് പോലും അറിയാൻ ആ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് സത്യം പറയാലോ, ഇപ്പൊ ഒരെണ്ണം എടുത്തോണ്ട് പോയി വീട്ടിൽ സെറ്റ് ചെയ്യാതാലോ എന്ന് തോന്നിയില്ലേ? അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൊല്ലത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ ഒരു വലിയ അഭാവം ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും സ്റ്റോക്കുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിന്റെ വലിയൊരു കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് അത് നികത്താൻ പറ്റുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും. കാര്യം എന്താണെന്നറിയോ, ഞാൻ ഇവിടെ പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഗെയിമിങ്ങിന് വേണ്ടി ഇത്രത്തോളം സാധനങ്ങള് വളർന്നു വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് എന്നുള്ളത്. ഗെയിമിംഗ് മാത്രമെന്നല്ല, നമ്മള് ഇവിടുത്തെ ഒരു സാധാ കസ്റ്റമറെ തൊട്ട് ഗെയിമേഴ്സിനെ വരെ ടാർഗറ്റ് ചെയ്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. കാര്യം ആ ഒരു മൂന്നാമത്തെ റോ വന്നപ്പോ എനിക്ക് മനസ്സിലായി, അങ്ങ് മുകളിൽ നിന്ന് താഴെ വരെ എല്ലാം കവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. കൊല്ലം എന്ന് പറയുന്നത് എന്നും സാധാ കസ്റ്റമറുടെ ഒരു സ്ഥലമാണ്. ഒരു വലിയ ഹയർ എൻഡ് ഗെയിമേഴ്സോ അങ്ങനൊന്നുമില്ല. ഒരു നോർമൽ കസ്റ്റമർ മുതൽ ഒരു ഗെയിമർ ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരെ ഇവിടേക്ക് എപ്പോഴും കടന്നു വരാം. അതെ, നമ്മൾ എന്ത് ഹെൽപ്പും ചെയ്യും. അത് വാങ്ങാനല്ല, നിങ്ങൾക്ക് കാണാൻ പോലും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വരാൻ പറ്റും. കാര്യം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിലാണ്, ഞാൻ ഈ സാധനങ്ങൾ പലതും മേടിക്കാൻ പലയിടത്ത് തപ്പി നടന്നു. അതെ, അങ്ങനെ പല ഏരിയകളിൽ തപ്പിയിട്ട് എന്ന് വെച്ചാൽ ഒരിടത്ത് ഈ സാധനം കിട്ടത്തില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഗെയിമിംഗ് കീബോർഡ് തപ്പി ഞാൻ ഒരിടത്ത് പോകുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു മൗസ് കൂടെ മേടിക്കണം. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഇതാ നോക്ക്, എത്ര വെറൈറ്റി മൗസ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ കണ്ടത്. ഏറ്റവും വലിയ ഇതുണ്ടോ എത്ര വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത് നോക്കി. അത് എല്ലാം ഗെയിമിംഗ് മൗസ് ആണ്. ഒരുപാടെണ്ണം കണ്ടു. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു ഗെയിം പാഡ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെറൈറ്റീസ് ഒന്നും നമുക്ക് കൊല്ലത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത് ഫുൾ സ്റ്റോക്ക് ആയിട്ടില്ല, ഇനിയും സ്റ്റോക്കുകൾ വരുന്നതേ ഉള്ളൂ. ഗെയിം പാഡ് തന്നെ പല കമ്പനിയുടെയും കൂളർ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാ കമ്പനീസും ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മദർ ബോർഡിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 5 വർഷം പഴയ പി സിയുടെ തൊട്ട് ഇന്നിപ്പോ ലേറ്റസ്റ്റ് മാർക്കറ്റിലുള്ള B850 മദർ ബോർഡ് 50 എന്ന് പറയുന്നത് കൊല്ലത്തൊന്നും ചിലപ്പോൾ റെഡി പോലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ബോർഡാണ്. അതെ, ഇത് ഞാൻ ഇവിടെ വന്നപ്പോഴേ, അത് മാത്രമല്ല ഇവിടെ ഇരുന്ന പലതും കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ റെഡി ആയിട്ട് 5070, 5060, 50 സീരീസ് കാർഡ് വരെ നമുക്ക് റെഡി സ്റ്റോക്ക്. അത്യാവശ്യം ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. പക്ഷെ കൊല്ലത്തൊന്നും ഇത് ഒരാളുടെ റെഡി വേണമെന്ന് പറഞ്ഞാൽ കാണാൻ കാണത്തില്ല. അതുപോലെ തന്നെ ബാക്കി ഗ്രാഫിക് കാർഡുകളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. 4070, 4060 അങ്ങനെയുള്ള എല്ലാം റെഡി നമ്മുടെ അവൈലബിൾ. സംശയം ചോദിച്ചോട്ടെ, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ ഒരുപാട് പൈസയാണ് ഈ ഒരു ഗെയിമിങ്ങിന്റെ ഒരു മിഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ ഇത് ബിൽഡ് ചെയ്യുന്ന നേരത്ത് ഒരുപാട് വേറൊരു കുറെ സംശയങ്ങളുണ്ട്. അതായത് ഏത് യൂസ് ചെയ്യണം, ചിലരുടെ മൈൻഡിൽ ചിലതുണ്ട്. പക്ഷെ അതായിരിക്കത്തില്ല, അവർ ഉദ്ദേശിക്കുന്ന വേറൊരു രീതിയായിരിക്കും. അതെ, നമുക്കൊരു വളർന്നു വരുന്ന ഗെയിം പറഞ്ഞ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ GTA 6 എന്ന് പറഞ്ഞ ഗെയിം എല്ലാവരും അവൈറ്റ് ചെയ്തിരുന്ന ഒരു ഗെയിമാണ്. വീണ്ടും 1 വർഷം നീണ്ടുപോയി. അത് മുൻകൂട്ടി കണ്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ മുടക്കി സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഗെയിമേഴ്സ് ഉണ്ട്. പക്ഷെ അതിനൊന്നും പറ്റാതെ ബേസിക് ഗെയിമേഴ്സ് ചിലപ്പം അതിനേക്കാളും സ്കില്ലുള്ള ഒരു സിസ്റ്റത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒരു 40,000 രൂപ 50,000 രൂപയ്ക്കുള്ള സിസ്റ്റം ഒക്കെ ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന കമ്പോണൻസ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും.
ബഡ്ജറ്റ് ശരിക്കും പറഞ്ഞാൽ ആരെയും പുറകോട്ട് വലിക്കുന്നില്ല ഗെയിമറിൽ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ഫ്രഷും യൂസ്ഡുമായ കമ്പോണൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഹെൽപ്പും നമ്മൾ ചെയ്തു. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കിപ്പം അണ്ണൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല വില കുറച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് മാർക്കറ്റിൽ കുറേ ഉടായ്പകളുണ്ട്. അത് നമ്മൾ വലിച്ചു കീറി പുറത്തിടണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിപ്പുണ്ട്, ഒരുപാട് പറ്റിപ്പുണ്ട്. അണ്ണൻ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ലാപ്ടോപ്പിനെ കുറിച്ചും ഡെസ്ക്ടോപ്പിനെ കുറിച്ചും ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു എന്താണ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം അല്ലേ? അതെ, അത് എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നിയത് ഞാൻ എന്റെ പ്രോസസറിന്റെ അവൈലബിലിറ്റി നോക്കുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പഴയ പ്രോസസർ സീരീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു i7 അല്ലെന്നുണ്ടെങ്കിൽ i5 മാർക്കറ്റിൽ തിരക്കി പോയാൽ നിങ്ങൾക്ക് ചിലപ്പം 4th ജനറേഷനും 6th ജനറേഷനും ഒക്കെ ആയിരിക്കും ഒരു ലൈറ്റ് കത്തുന്ന ക്യാബിനിൽ വെച്ച് തരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. കസ്റ്റമർ എന്താണ് ഡിഫറൻസ്, എന്താണ് പുതിയ പ്രോസസർ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാത്രമേ സിസ്റ്റം ഇവിടുന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാവുന്ന കുറച്ച് കസ്റ്റമർ, അത്രയും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് വിലക്കുറവിന്റെ അല്ല, നമുക്ക് ഒരു നല്ല അവയർനെസ് കൊടുക്കാൻ പറ്റും, നല്ലൊരു എക്സ്പീരിയൻസും കൊടുക്കാൻ പറ്റും. ടെക്നോളജി എപ്പോഴും മുന്നോട്ട് പോകുമ്പം അതിനെ ഒരിക്കലും പഴയ സാധനങ്ങൾ വെച്ച് പറ്റിക്കരുത് എന്നാണ് എന്റെ ഒരു കൺസെപ്റ്റ്. കാര്യം മാർക്കറ്റിൽ ഒരുപാട് റീഫബ്ലിഷ്ഡ് ഉണ്ട്. ഈ റീഫബ്ലിഷ്ഡ് എടുക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും വന്ന് കമന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്, അവിടെ ഇത്ര രൂപയല്ലേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കമന്റ്സ് അണ്ണനും വന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് ഇത് എക്സ്പീരിയൻസ്, ഞാൻ പുതിയ പ്രോഡക്റ്റ് ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് റീഫർബിഷ്ഡ് ആണോ എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി മാർക്കറ്റിൽ അതിനു വേണ്ടി ഒരു ഇമ്പാക്ട് റീഫർബിഷ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വക സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ റീഫർബിഷ്ഡിന്റെ പരിപാടികളെ ഇല്ല. നമ്മളെല്ലാം ബ്രാൻഡ് ന്യൂ ബോക്സ്ഡ് കമ്പോണൻസ് ആണ് തരുന്നത്. ഇനി നിങ്ങൾക്ക് റീഫർബിഷ്ഡ് വേണം എന്നുള്ളവർക്ക് ഒപ്പീനിയൻ ചോദിക്കാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒപ്പീനിയൻ ചോദിക്കാം. എടുക്കുന്നത് എന്താണ്, പുതിയതുമായിട്ട് എന്താണ് ഡിഫറൻസ് എന്നുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായും അതിനുള്ള ഗൈഡൻസും തരും. അണ്ണാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കൊല്ലത്ത് അങ്ങനെ വലുതായിട്ട് കണ്ടിട്ടില്ല. അതായത് നമ്മുടെ ഈ ഒരു മെഷീൻ ബിൽഡ് ചെയ്യുന്നത് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു എക്സ്പീരിയൻസ് പറ്റും തീർച്ചയായും. അതിനല്ലേ നമ്മുടെ ഗെയിമിംഗ് റൂമിൽ ഒരു വലിയ ടേബിൾ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തുള്ള പല കസ്റ്റമറും ഈ പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം നേരെ ട്രിവാൻഡ്രം, കൊച്ചി അങ്ങനെയുള്ള ലൊക്കേഷൻസിലേക്ക് പോവുക. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചില കമ്പോണൻസ് എക്സ്ക്ലൂസീവ്ലി ഓൺലൈൻ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതും കുറച്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ നമുക്ക് ഇപ്പൊ ബിൽഡ് ചെയ്യുന്നില്ല, ഇപ്പൊ ഒരു സാധനമാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളിത് എൻ്റയർ PC ബിൽഡ് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഐറ്റം വേണം. ഇപ്പൊ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും ഒരു ബിൽഡ് എടുത്തു, അതിനകത്തുനിന്ന് ഒരു ഐറ്റം മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വന്ന് ധൈര്യമായി പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്കിപ്പോ ഓൺലൈൻ പർച്ചേസ് ആണോ അതോ ഓഫ്ലൈൻ പർച്ചേസ് ആണോ, ഏതാണ് നമുക്ക്? ഓൾമോസ്റ്റ് ഇപ്പോൾ ആൾക്കാർ ഓഫ്ലൈനിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം പലരും വാറണ്ടിക്കൊക്കെ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഓഫ്ലൈന് ഒരു മുൻഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങുന്നു, എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ടുതരാം, വാറണ്ടി ക്ലെയിം ചെയ്യാം. അതെ, ആ ഒരു 100 രൂപ 200 രൂപ ലാഭം ഇപ്പൊ പലരും ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായും ഓഫ്ലൈനിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ലല്ലോ, നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ എക്സ്പീരിയൻസ് കിട്ടത്തില്ലേ? തീർച്ചയായും. ഇപ്പം തന്നെ നമ്മൾ ഇനി ഗെയിമിംഗ് റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുവിധം കമ്പോണൻസ് എല്ലാം ബിൽഡ് ചെയ്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പെർഫോമൻസ് കിട്ടും, ഇനി അഥവാ നിങ്ങൾക്ക് ഒരു പ്രോസസ്സർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനും നമ്മൾ റെഡിയാണ്. അപ്പൊ എല്ലാവിധ പരിപാടി ഇവിടെ എല്ലാവിധ പരിപാടിയും നടക്കും. ഇനി നമ്മൾ എക്സ്ക്ലൂസീവ് ലാപ്ടോപ്പ് മാത്രം അല്ല, ഡെസ്ക്ടോപ്പ് മാത്രമല്ല ലാപ്ടോപ്പും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ Acer TVസിന്റെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ടിവിക്ക് നല്ല പ്രൈസിങ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനത് കണ്ടു, Acerന്റെ അത് സംഭവം കണ്ടു. അതും കൂടെ നമുക്കൊന്ന് പറയണം കേട്ടോ, അതെന്താണ് എന്നുള്ളതും പ്രൈസിങ്ങും കുറച്ച് പ്രൈസിങ്ങും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കുള്ള ചെറിയൊരു സംഭവം കൂടെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഗെയിമിംഗ് റൂമിലോട്ട് പോയിട്ട് അവിടുത്തെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗെയിമിംഗ് റൂമിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ഒരു ഡൈനിങ് ടേബിൾ പോലെ ടേബിൾ, ഇത്രയും വലിയൊരു ടേബിള് സാറിന് ഗെയിമിംഗ് റൂമിൽ ടേബിൾ കാണാറില്ല. പക്ഷെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. എന്താണ് ഈ ടേബിളിന്റെ ഒരു പർപ്പസ്? ഇവിടെ വെച്ചാണ് നമ്മൾ PC ബിൽഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം PC ബിൽഡിംഗ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്, അങ്ങനെ തന്നെ പറയാം. അപ്പം ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നിന്ന് കാണാം. അപ്പൊ ഇപ്പം ഞാനിപ്പോ ഒരു PC മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വെച്ച് ബിൽഡ് ചെയ്ത് എന്റെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് ബിൽഡ് ചെയ്ത് അതിനെല്ലാം ചെയ്തെടുക്കുന്ന എക്സ്പീരിയൻസ്. ബിൽഡിംഗ് അല്ല ഇതിന്റെ ഒരു മെയിൻ സംഭവം. അത് കഴിഞ്ഞ് ഇതിന്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ടെസ്റ്റിങ്ങിനാണ് ടൈം എടുക്കുന്നത്. ചിലപ്പോൾ ഏതാണ് 4 മണിക്കൂർ 5 മണിക്കൂർ വരെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ PCയും കൊടുക്കുന്നത്. ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് മറ്റേ
കൂട്ടിയിട്ട് സെറ്റ് ചെയ്താൽ കൊടുത്താൽ മതി. പക്ഷെ അതല്ല, ഒരു മെഷീന്റെ പെർഫോമൻസ് കറക്റ്റ് കിട്ടുന്നതിനാണ് നമുക്ക് ആ ടൈം കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഇപ്പൊ പെട്ടെന്ന് ബിൽഡ് ചെയ്തോണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് റെഡിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നാൽ വളരെ സന്തോഷം. അല്ല, ഞാൻ ഒരു കാര്യം എല്ലാവരും ഭയങ്കര ബിസിയാണ്, പെട്ടെന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ അതിനെണ്ണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ ബിൽഡ് ചെയ്തോണ്ട് പോകരുതെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കും അതാണ്. കാരണം ഒരു 3-4 മണിക്കൂർ നമ്മൾ മെഷീൻ ഒന്ന് സ്ട്രെസ് ടെസ്റ്റ് ചെയ്ത് ഗെയിമൊക്കെ കളിച്ച് വീഡിയോ വരെ എഡിറ്റ് ചെയ്ത്, ഇപ്പൊ ആർക്കിടെക്ട്സിനൊക്കെ കൊടുക്കുന്ന മെഷീൻ ആണെങ്കിൽ നമ്മൾ ലൂമിയോൺ റെൻഡർ വരെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ ആയാലും ആവറേജ് ഒരു 4-5 മണിക്കൂർ ടൈം എടുക്കും. അപ്പൊ അത് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് ബിൽഡ് ചെയ്യുന്നതൊക്കെ കണ്ടോ അല്ലെ? ബിൽഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു 3-4 മണിക്കൂറുണ്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് സാധനം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കും അല്ലെ? ആ ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർ. അത് എനിക്കറിയാം, കാര്യം ഞാൻ ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് EMI ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ അവൈലബിൾ. EMI നമ്മളിപ്പോ ബജാജ് ഓൾമോസ്റ്റ് ഈ ആഴ്ച തന്നെ എൻറോൾ ആവുന്നുണ്ട്. പിന്നെ HDFC പോലുള്ള ടൈപ്പിന് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ ബജാജ് ആണ് കോമൺലി വരുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് മെഷീൻ നമുക്ക് ഇപ്പോഴേ അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ് EMIs ഒക്കെ ചെയ്തു തുടങ്ങാം. പിന്നെ ലാപ്ടോപ്സിന്റെ ഒക്കെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് ചെയ്തു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഇവിടെ നമ്മുടെ ബാക്കിൽ കണ്ടോ ഒരു 4 എണ്ണം ഇവിടെ ലൈവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അണ്ണാ, ഈ ഒരു മെഷീനിൽ എന്താണ് അതിന്റെ ഒരു സ്പെക് എങ്ങനെയാണ്? ഈ ഒരു മെഷീൻ നമ്മളിപ്പോ ബിൽഡ് ചെയ്തിരിക്കുന്ന Ryzen 7 5700X എന്ന് പറഞ്ഞ ഒരു പ്രോസറാണ്. റാം നമ്മൾ 16 GB ആണ് ഇട്ടിരിക്കുന്നത്. SSD ഒരു 1 TB വരുന്നുണ്ട്. 3060 12 GB ഗ്രാഫിക്സും വരുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് CPU മാത്രം അറൗണ്ട് ഒരു 80,000 താഴെ നിൽക്കും. ഒരു 69 ആ റേഞ്ചേ വരുന്നുള്ളൂ. 70 താഴെ നിൽക്കും. അപ്പൊ ഈ ഒരു മെഷീൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോണിറ്റർ 24 ഇഞ്ച് LGയുടെ അൾട്രാ ഗിയറാണ്. ഒരു ഗെയിമിംഗ് മോണിറ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഈ ഒരു ബഡ്ജറ്റിൽ മാക്സിമം പെർഫോമൻസ് തരുന്ന ഒരു മെഷീനാണ്. അതിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയാലും റെൻഡറിംഗ് ആയാലും എല്ലാം ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു മെഷീനാണ്. അപ്പൊ ഈ ഒരു മെഷീൻ ഇപ്പം ഒരാൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അവർക്ക് പർച്ചേസ് ചെയ്യാം അല്ലെ? തീർച്ചയായും. ഇപ്പം ആളൊരു വീഡിയോ എഡിറ്റർ ആണ്. ഈ ഒരു കോൺഫിഗറേഷനിൽ എന്ത് പെർഫോമൻസ് കിട്ടും? നിങ്ങൾക്ക് ലൈവായിട്ട് പ്രീമിയർ വന്ന് വർക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റാം കുറച്ചുകൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മേടിക്കാം. തീർച്ചയായും. അത് കണക്ക് നമുക്ക് അടുത്തൊരു പീസിൽ ഇത് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തു പറയും? എവിടെയൊക്കെ കണ്ട് ഒരു അതെ, ഇത് പലരുടെയും പല പ്രമുഖ യൂട്യൂബേഴ്സിന്റെ ഒക്കെ വീട്ടിൽ നിങ്ങൾ പലയിടത്തും നമ്മൾ ഇത് കണ്ട്. കൂളർ മാസ്റ്ററിന്റെ ഒരു ഓപ്പൺ ഫ്രെയിം ആണ്. ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഒരു വലിയ ക്യാബിനറ്റ്. ഇതൊരു ഓപ്പൺ ഫ്രെയിം ആണ്. ഓപ്പൺ എയറിൽ നിൽക്കുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ചിലത് ഇങ്ങനെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ അതിനെല്ലാം നടത്താൻ പറ്റും. ഇത് കാണുന്നവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് കുറച്ച് നിയോൺ കേബിൾ ഒക്കെ കൊടുത്തിട്ട് ഒന്നുകൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ, കുറച്ച് കാണാൻ ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. കൂളിങ്ങിന് വേണ്ടിയിട്ട് AIO യൂസ് ചെയ്തിട്ടുണ്ട്. i7 ആണ് പ്രോസസർ വരുന്നത്. ഗ്രാഫിക്സ് വരുന്നത് 8GB 4060. അപ്പൊ അതാണ് ഈ ഒരു മെഷീന്റെ സ്പെക്. ഏതാണ്ട് 1 lakhോളം കോസ്റ്റ് വരുന്ന ഒരു മെഷീനാണ്, CPU മാത്രം. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ഗെയിമിങ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് അല്ലേ? തീർച്ചയായും. അത് നല്ലൊരു ഗെയിമിംഗ് റൂമാണ് കേട്ടോ. അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ സംഭവം എന്ന് അറിയാമോ? സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉണ്ടാവും, പക്ഷെ അത് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 1-2, അത് PC ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കാണുന്നത് മൊത്തം നമ്മുടെ ലാപ്പൊക്കെ വെച്ചിട്ട് പ്ലേ സ്റ്റേഷൻസ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, അത് ഈ കൂടുതലും കൺസോളിലേക്ക് ആൾക്കാർ ഗെയിമിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൺസോളിന് ഒരു 45,000 50,000 റേഞ്ചിൽ ഒരു കൺസോൾ കിട്ടും. പക്ഷെ ഈ ഒരു ഗെയിമിംഗ് PC നല്ല പെർഫോമൻസിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കൺസോളിന്റെ വിലയാവും. അതുകൊണ്ടാണ് ഈ PC ഗെയിമിംഗ് അത്രത്തോളം അധികം ആരും ഇൻവെസ്റ്റ് ചെയ്യാത്തത്. പക്ഷെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. അതാണ് അതിന് കൺസോളിൽ കീബോർഡ് മൗസ് ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ പറ്റും. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇതിന് എങ്ങനെ ചെയ്തിരിക്കുന്നു, അതൊരു വലിയൊരു സംഭവം കേട്ടോ. അത് അറ്റ്മോസ്ഫിയറും അതാണ് ആ ഗെയിമിങ്ങിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയറും അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡിങ് ചെയർസ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു PC കാണിച്ചത് കേട്ടോ. ഇതിനകത്ത് എന്തെല്ലാം വേണോ അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹെഡ്ഫോൺസ്, ഗെയിമിംഗ് കീബോർഡ്, മൗസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സകല സാധനവും കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു മിഷനിലേക്ക് പോവാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ള ബിൽഡ്, ഫുള്ളി വെള്ള വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ചെയ്ത ബിൽഡാ.
അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈഡോണിന്റെ 7700 XT എന്ന് പറഞ്ഞ 12GB ഗ്രാഫിക് കാർഡാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പ്രോസസർ 7600X, അതുപോലെ തന്നെ വെള്ള AU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി വൈറ്റ് എല്ലാം വൈറ്റ് ലൈറ്റ് വിട്ടിട്ടുണ്ട്. മൊത്തം വൈറ്റ് ആണ്. അതെ, ഓൾമോസ്റ്റ് എല്ലാം കൂടെ കോസ്റ്റ്. ആ റൈസർ കേബിൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ GPU വെർട്ടിക്കൽ മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഒരു 1.3 lakhs CPU മാത്രം വരും. അപ്പം തന്നെ അറിയാം 3 കൺസോളിന്റെ ഓൾമോസ്റ്റ് വില ആവാറായി. പവർ കൺസംഷൻ എന്ന് പറയുന്നത് ഒരു മെഷീന് മാത്രം നമുക്കൊരു 550-600 വാട്ട്സ് ഉപയോഗിക്കും പീക്ക് ലോഡിൽ. അതെ. അപ്പൊ ഇതിനകത്തൊക്കെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ. കണ്ടോ, ഇത് സ്പൈഡർമാന്റെ ലേറ്റസ്റ്റ് എഡിഷൻ. ഇത് i5 K സീരീസ് പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 14th ജനറേഷൻ. RAM 32GB, SSD വരുന്നത് 1TB, 8GB 4060 കാർഡാണ് വെച്ചിരിക്കുന്നത്. ആ നടുക്കിരിക്കുന്ന വലിയ സാധനം ഒരു എയർ കൂളർ ആണ്. അത് CPU ഒരു കൂളിംഗ് സിസ്റ്റം മാത്രമാണ്. നൊക്ടുവ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൊക്ടുവ എന്ന് പറഞ്ഞത് ഓസ്ട്രിയയിലുള്ള ഏറ്റവും ഫേമസ് ഒരു എയർ കൂളർ ബ്രാൻഡാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ വളരെ ലിമിറ്റഡ് അവൈലബിലിറ്റി. അത് ആൾക്കാരുടെ കാണാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെച്ചിരിക്കുന്നത്. ഞാനതങ്ങനെ കണ്ടിട്ടില്ല. ഈ ഒരു കളർ എന്ന് പറയുന്നത് അവരുടെ ഒരു സിഗ്നേച്ചർ കളറാണ്. പലരും ഈ കമ്പ്യൂട്ടർ ഫ്രീക്കുകളെല്ലാം ഈ ഒരു കളർ കാണുമ്പോഴേ ഐഡന്റിഫൈ ചെയ്യും നൊക്ടുവ ആണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഒന്നും അങ്ങനെ എയർ കൂളേഴ്സ് ആരും, കാരണം 9000 രൂപയുള്ള ഒരു എയർ കൂളർ അങ്ങനെ ആരും വെക്കുന്നില്ല. എല്ലാവരും AEO-ലോട്ടൊക്കെ പോകും. അതെ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇതിനകത്തും എക്സ്പീരിയൻസ് വളരെ വ്യത്യാസമായിരിക്കും. എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും. നിലവിൽ നമുക്കിവിടെ ഈ ഒരു ഗെയിം ഒക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചാർജ് വല്ലതും? നിലവിൽ നമ്മൾ ഇതുവരെ ചാർജോ കാര്യങ്ങളോ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. വീഡിയോ കണ്ട് വരുന്നവരായാലും ആരായാലും നമ്മളിപ്പോ ഒരു 30 minutes ഫ്രീ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് 30 minutes ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് PC ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഐറ്റംസ് ഫുള്ള് പരിചയപ്പെടാം. അപ്പം എന്തായാലും ആ ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു. ആ സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മെഷീൻ ബിൽഡ് ചെയ്തോണ്ടിരിക്കുവാണെങ്കിൽ അതും അവർക്ക് ഉറപ്പായിട്ടും ഇനി അവർക്കൊരു പലർക്കും ബിൽഡ് എല്ലാവരും യൂട്യൂബിലൊക്കെ നോക്കിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ജനറേഷൻ കൂടുതലും പാർട്സ് ബൈ ചെയ്തുകൊണ്ട് പോയി അവർക്ക് തന്നെ ബിൽഡ് ചെയ്യണമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പം തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല അസംബ്ലിംഗ് സ്പേസ് കൂടെ ഇവിടെ റെഡിയാണ്. അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോ നിങ്ങളൊരു 10 കമ്പോണന്റോ 5 കമ്പോണന്റോ ഓൺലൈനിൽ നിന്ന് അഥവാ മേടിച്ചു, ബാക്കി കമ്പോണന്റ് ഞങ്ങളതിന് മേടിച്ച് ഇവിടെ നിന്ന് അസംബിൾ ചെയ്യും, അതിന് അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതും ചെയ്യും. അപ്പൊ എല്ലാ പരിപാടിയും. അപ്പൊ ഗെയിമിംഗ് ആണെങ്കിലും നമുക്ക് ഏറ്റവും താഴെ ഓഫീസ് യൂസ് ആണെങ്കിൽ പോലും, ഓഫീസ് മാത്രമല്ല ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് സ്കൂളിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലേക്കും അങ്ങനെയുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ വരുവാണ്, എന്തെങ്കിലും ഒരു സംഭവം ഇപ്പം ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടോ? എങ്ങനെ കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകും. അതായത് കുട്ടികൾക്കാണ് ഞാൻ ഉദ്ദേശം. നമ്മൾ ഗെയിമിംഗ് ചെയ്യുന്നവർക്ക് എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അവർക്കൊക്കെ ഹൈ എക്സ്പെക്ടേഷൻസ്, അവർക്ക് അവരുടേതായ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ചിലപ്പം മാതാപിതാക്കളായിരിക്കും. അപ്പം അവരുടെ കുട്ടികൾക്ക് ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അവർക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായി വരാം. ഒരു പ്രശ്നമില്ല. അവർക്ക് ഇവിടെ വരാം, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അവർക്ക് അത് കൂടാണ്ട് അവരുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കാം. ഇനി എന്തെങ്കിലും മേടിക്കണമെന്ന് ആഗ്രഹം വന്നാൽ അതും ചെയ്യാം. ഓക്കെ. അസംബിൾഡ് PC ഉൾപ്പെടെ നമ്മൾ ബജാജ് EMI ടൈപ്പ് ആവും. ആണോ PC മാത്രമേ ഉള്ളൂ? അതോ നമുക്ക് ഈ ചെയേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ചെയേഴ്സ് ഓർഡർ തന്നാൽ നിങ്ങൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും കിട്ടും. ഈ ചെയേഴ്സ് എല്ലാം ഇരുന്ന് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കി വാങ്ങിക്കാനാണ്. ഇതിപ്പോ കൂളർ മാസ്റ്റർ ആണ്. ഇത് ഏറ്റവും ബേസിക് ആന്റി സ്പോട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതിന് അറൌണ്ട് ഒരു 12,000 rupees പ്രൈസ് വരും. ഇത് കൂളർ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 20,300 പ്രൈസ് വരും. ഓക്കെ. ഇതും കൂളർ മാസ്റ്റർ, ഇത് ആന്റി സ്പോട്ട്. ഇനി വേറെ ഏതെങ്കിലും കോർസെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ഓർഡർ നമുക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ ഫേമിന്റെ പാർട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സാധനവും നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യാം, നല്ല റേറ്റിൽ നമുക്ക് തരാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷനും അത് നമുക്കൊരു പേരും ഒക്കെ എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ ആ ഒരു പേര് പറഞ്ഞു കൊടുത്തില്ല. എന്താണ് പേര്? എന്താണ് ഷോപ്പിന്റെ GST നെയിം എന്ന് പറയുന്നത് എയ്തർ സിസ്റ്റംസ് എന്നാണ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഷോറൂമിനെ എക്സാക്ടിക്ക എന്നാണ് വിളിക്കുന്നത്. ആ പേരിടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ഇത് പേരിടുന്നത് ഒരു പ്രത്യേക ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ തോന്നിയ ഒരു പേരാണ്. പക്ഷെ ഒരു വെറൈറ്റി നെയിം ആട്ടോ. യെസ്,
പുള്ളി അങ്ങനെ വെറൈറ്റി പേരുകളെ ഇടാറുള്ളൂ. പേര് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഞാനും ചോദിച്ചു ഇതെന്ത് പേര്? ഇത് നല്ല പേര്. ശരി ആയിക്കോട്ടെ. കൊള്ളാം, പേര് കൊള്ളാം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എവിടെയാ? ലൊക്കേഷൻ നമ്മൾ SM കോളേജ് ജംഗ്ഷനിൽ സ്പെൻസർ ട്യൂഷൻ ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറത്താണ് വേലായുധ മാൻഷൻ എന്നാണ് ബിൽഡിങ്ങിന്റെ പേര്. ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് അവിടെ സ്കിൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ സ്കിൻ ക്ലിനിക് ഉണ്ട്, ആ ബിൽഡിങ്ങിലാണ്. ഓക്കെ. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞുണ്ടല്ലോ അതൊരു ഭയങ്കര ലാൻഡ്മാർക്കാണ് സ്പെൻസർ ട്യൂഷൻ. സ്പെൻസർ ട്യൂഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും കൊല്ലത്ത് അറിയാവുന്ന. കൊല്ലത്ത് മാത്രമല്ല നമ്മുടെ കൊല്ലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ഒരു ട്യൂഷൻ സെന്റർ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ട്യൂഷൻ സെന്റർ. പിന്നെ അറിയപ്പെടുന്ന ഒരു സ്കിൻ ക്ലിനിക് ആണ് സ്കിൻ സ്റ്റോറീസ്. അതെ. അപ്പം ലൊക്കേഷൻ പ്രത്യേകിച്ച് അങ്ങനെ ട്രാക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ അപ്പുറം 2 എണ്ണം ഉണ്ട്, അത് അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇനി ഇവിടെ കുറച്ച് ടിവിയും കൂടെ ഉണ്ട് കേട്ടോ. ടിവിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ടല്ലേ? TV നമുക്ക് മെയിൻലി Acer Pure എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ Acer Pure എന്ന് പറയുന്നത് Acer കമ്പനിയുടെ തന്നെയാണ്. അത് അവർ ഹോം അപ്ലയൻസിലേക്ക് കടന്നു വന്നത് Acer Pure എന്ന ബ്രാൻഡ് നെയിമിലാണെന്നേ ഉള്ളൂ. ബ്രാൻഡ് നെയിം ഇവിടെ ഉണ്ട് കേട്ടോ. അതോ ഇത് കണ്ടോ? അതെ. ബ്രാൻഡ് നെയിം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു. ഇതിപ്പം 32 ഇഞ്ച് ഒരു HD TV ആണ് ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 11,000 കോസ്റ്റ് വരും. 11,000. ഓൺലൈനിൽ നിങ്ങൾക്ക് സെയിം കോസ്റ്റ് തന്നെ ആയിരിക്കും. വാറണ്ടി 1 ഇയറേ ഉള്ളൂ. ഓഫ്ലൈനിൽ നിന്ന് വാങ്ങുന്ന എല്ലാ Acer Pure TVക്കും 2 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഓൺ സൈറ്റ് സർവീസും ഇൻസ്റ്റലേഷനും ഫ്രീ ആണ്. അപ്പൊ 2 വർഷം വാറണ്ടി കൂടെ കിട്ടും. 2 വർഷം വാറണ്ടി. സെയിം പ്രൈസ് തന്നെ. സെയിം പ്രൈസ്. ഓക്കെ. അല്ല ഇതിന് നമുക്കിപ്പോ നിലവിൽ ബജാജ് ഫിനാൻസോ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ? ടൈപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് എടുത്ത് പറയേണ്ട എന്തെങ്കിലും ഫീച്ചേഴ്സോ കാര്യങ്ങളോ? ഇതെല്ലാം പ്ലേ പ്രൊട്ടക്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള TVs ആണ്. വില കുറഞ്ഞ TVs പോലെ അല്ല. ബ്രാൻഡഡ് TVs എല്ലാം പ്ലേ പ്രൊട്ടക്ട് സർട്ടിഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ലാൻഡ് പോർട്ട് ഉണ്ട്. സൗണ്ട് ആണ് ഇതിന്റെ എടുത്ത് പറയേണ്ട ഏറ്റവും വലിയ. ഈ ഒരു 32 ഇഞ്ച് HD TVയിൽ അത്യാവശ്യം വളരെ ഡീസെന്റ് ആയിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. കോസ്റ്റും വളരെ കുറവാണ്. പിന്നെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏരിയ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് തുടങ്ങും. ഈ വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഡിസ്പ്ലേ വെക്കാൻ. പക്ഷേ ഞാൻ ആദ്യമേ തൊട്ടേ ഞാൻ പറഞ്ഞത്, അതായത് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പം ഈ ഒരു ഡോറ് തുറന്നില്ലേ, ഈ ഒരു ഡോറ് തുറന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഒട്ടും വിചാരിക്കത്തില്ലല്ലോ ആ ഒരു വഴിയിൽ കൂടെ വന്ന്. അതാ ചെറിയ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് കാർ വരും, പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ ഒരു ഡോർ അങ്ങോട്ട് തുറന്നപ്പോ ഉണ്ടല്ലോ സെറ്റപ്പ് മാറി. അത് നിങ്ങൾ വരുമ്പോ എങ്ങനെയാണെന്നുള്ള എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഞെട്ടിപ്പോ ഉറപ്പായിട്ട് ഞെട്ടി. ഈ നമ്മൾ പല വീഡിയോസിലും പല പറയും ഞങ്ങൾ ഞെട്ടിപ്പോയി. പക്ഷെ അങ്ങനെയൊന്നുമല്ലോ, ഞാൻ കയറി വന്നപ്പോ എന്റെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ അങ്ങനെ പൊതുവെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും സാറേ നാളെ തരാം എന്ന് പറയാതെ, അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഈ കൈയോടെ കൊണ്ടുപോകുന്ന എക്സ്പീരിയൻസ് വേറെ. അപ്പം പറ്റാവുന്നിടത്തോളം സാധനങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം സമയം അല്ല ഞാൻ കേട്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാല് ഞാൻ ഈ മുമ്പ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇന്നതിന്റെ വേണമെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അതില്ല, പകരമുള്ളത് തരാം. സ്ഥിരം കേൾക്കുന്ന പകരമുള്ളത് തരാം, അല്ലെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്യും. ഇത് സ്ഥിരം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം റെഡി ആയിട്ടുള്ള ഇത്രത്തോളം സാധനങ്ങൾ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇതെല്ലാം ബ്രാൻഡഡ്. ഇതിപ്പോ ജിഗാബൈറ്റ്, കോർസെയർ, ഇത് തെർമൽ ടേക്കിന്റെതാണ്. പിന്നെ ഇതെല്ലാം സെബ്രോണിക്സിന്റെ, കൂളർ മാസ്റ്ററിന്റെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുവിധം ക്യാബിൻസ് എല്ലാം ഉണ്ട്. ഇനി പൊട്ടിച്ച് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കുറെ സാധനം അകത്ത് ഇരിപ്പുണ്ട്. അത് കണ്ടായിരുന്നു, അത്യാവശ്യം ഇരിപ്പുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം അവൈലബിൾ ആണെന്നുള്ളത് പറയും. പ്രൈസും പറഞ്ഞു കൊടുക്കും. അതൊരു ഇനി അഥവാ നിങ്ങൾക്ക് പ്രൈസിൽ എന്തെങ്കിലും ഇഷ്യൂ തോന്നുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം, നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അല്ല, കാരണം പലരും ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ പ്രൈസ് കുറവ് കണ്ടിട്ട് അങ്ങ് ഓർഡർ കൊടുക്കും. എന്നാൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും രണ്ടാമത് ആരും വിളിച്ച് ചോദിക്കില്ല. അല്ലെ, അത് ഈ ഓൺലൈനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുക. കാര്യം ഓൺലൈനിൽ പലരും വില കുറവ് കൊണ്ടാണ് ഓൺലൈനിൽ പോകുന്നത്. അപ്പൊ ഓൺലൈനിൽ പോകുമ്പോൾ ഒരുപാട് പേർക്ക് പറ്റിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജിഗിലെ. കാരണം നമ്മളിപ്പോ ഓൺലൈന് ഫുൾ താഴ്ത്തി കിട്ടിയാൽ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് വരും. സ്വാഭാവികമായിട്ടും വരും, ഉറപ്പായിട്ടും വരും. പക്ഷെ അതല്ല നമ്മളില്ല പറഞ്ഞ പോലെ ഓൺലൈനിൽ അങ്ങനെയാണെന്ന് ഞാൻ പറയുമല്ല. പക്ഷെ ഇതും ഉണ്ട് അല്ലെ, ഇതും അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മളൊരു പ്രൊമോഷന് വേണ്ടിയോ അങ്ങനെയൊന്നും പറയുന്നതിന്റെ അല്ല. നമ്മൾ പലരിലും കണ്ടിട്ടുണ്ട്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി കസ്റ്റമർ ട്രസ്റ്റ് ആണ്. അവർക്ക് നല്ല സർവീസ് കൊടുക്കുക,
വാറണ്ടി റീപ്ലേസ്മെന്റ് പെട്ടെന്ന് കൊടുക്കുക. ഇപ്പോൾ ഒരു കംപ്ലൈന്റുമായിട്ട് ഓടി വന്നാൽ അതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഓഫ്ലൈൻ ഇനി മുന്നോട്ട് പോകും. ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ് ഇല്ല. നിങ്ങൾക്ക് 100 രൂപ കുറച്ച് തന്നു, നിങ്ങൾ ഓർഡർ കൊടുത്തു, കംപ്ലൈന്റ് വരുമ്പോൾ വിളിച്ച് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ തീർന്നു, അത് ബിസിനസ്. അല്ല, അത് ഞാൻ ഈ പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ റീസൺ, നമുക്കറിയാവുന്ന പലരും ഇതുപോലെ മേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കൈയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാര്യം ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരെന്ന് പറഞ്ഞാല് കാശ് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു നല്ലൊരു അതിന്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ഗെയിമിംഗ് പി സി എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് i7 PC കാണാൻ പറ്റും. അത് ഏത് ജനറേഷൻ ആണെന്ന് ആരും ചോദിക്കുന്നില്ല. അതിനകത്ത് ഇരിക്കുന്ന SSD ഏത് ടൈപ്പ് ആണെന്ന് ആരും ചോദിക്കുന്നില്ല. ഏത് ഗ്രാഫിക് കാർഡ് ആണെന്ന് പോലും ആരും നോക്കുന്നില്ല. ഓർഡർ കൊടുക്കുന്നുണ്ട്, ആൾക്കാർ മേടിക്കും. ബേസിക്കലി ലൈറ്റ് കത്തിയിരിക്കുന്ന ക്യാബിൻ മാത്രം കണ്ട ആൾക്കാർ മേടിക്കുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നു. അല്ല, അത് എക്സ്പീരിയൻസ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. പൊതുവെ അങ്ങനെ പറയാറില്ല, അതായത് പുറമേ പറയാറില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ ഒരു സംഭവം. അത് നിങ്ങൾക്ക് പിന്നെ വേറെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് ഓൺലൈനും ഓഫ്ലൈനും തമ്മിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അത് എന്താണ് നിങ്ങൾ മേടിക്കുന്ന ഐറ്റം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ബോധ്യപ്പെട്ട് മേടിക്കാം. അതാണ് ഏറ്റവും വലിയൊരു സംഭവം. കാരണം ഇതിന് ഞാൻ ഇതിന്റെ നമ്മൾ സംസാരിച്ചോണ്ട് ഇതിന്റെ സൗണ്ടിന്റെ കാര്യം നമ്മൾ സംസാരിച്ചോണ്ട് മാറി പോയിട്ടോ. അപ്പൊ ഇതിന്റെ സൗണ്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഡോൾബി ഓഡിയോ ആണ് വരുന്നത്. 20 watts ഔട്ട്പുട്ട് ഈ ഒരു സ്പീക്കർ. 20 watts എന്ന് പറയുന്നത് ടിവിയെ സംബന്ധിച്ച് വലിയൊരു ഔട്ടാണ്. അപ്പൊ സൗണ്ടിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. സംഭവം അടിപൊളിയാട്ടോ. ഞങ്ങളിപ്പോ ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരുന്നതാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാട്ടോ. എനിക്ക് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ടി വി ഒക്കെ പർച്ചേസ് ചെയ്യാൻ Acer TVs എന്തുണ്ടെങ്കിലും എല്ലാം അതായത് എല്ലാ സൈസസും ഇപ്പൊ നിലവിൽ 55 ഇഞ്ച് വരെ ഇരിപ്പുണ്ട്. 75 എല്ലാം നമ്മുടെ കൊച്ചിയിൽ സ്റ്റോക്ക് ഉണ്ട്. എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം ചോദിക്കാനുണ്ട്. നമുക്ക് എത്ര രൂപ തൊട്ട് ഒരു PC ബിൽഡ് ചെയ്ത് തുടങ്ങും? അതായത് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 25,000 പറയും. പുതിയ കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു 16 GB റാം. ഇപ്പോഴത്തെ വിൻഡോസിന്റെ ഒരു റിക്വയർമെന്റ് 16 GB ആണ്. അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 25,000 എന്തായാലും പറയും. എന്നാൽ 10 രൂപ തൊട്ടും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. റീഫർബിഷ്ഡ് കമ്പോണൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആ ഒരു ഐറ്റത്തിലേക്ക് ഇതുവരെ വരുന്നില്ല. എല്ലാം പുതിയ കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ബേസിക് പ്രോസസർ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ Ryzen 3200G ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതൊരു 8 GB റാമും ഒരു 16 GB റാമും സ്റ്റോറേജും എല്ലാം വെച്ചിട്ട് 22 ഇഞ്ച് മോണിറ്റർ ഉൾപ്പെടെ നമുക്ക് 25,000 താഴെ ചെയ്യാൻ പറ്റും. അപ്പൊ ബഡ്ജറ്റ് എന്നുള്ളതല്ല, എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. കാരണം PC എന്ന് പറയുന്നത് 1 വർഷത്തേക്കും 2 വർഷത്തേക്കും അല്ല. ഇപ്പൊ വിൻഡോസ് 10ന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒക്ടോബറിൽ നിൽക്കുകയാണ്. പല പ്രോസസറുകളിലും പിന്നീട് വിൻഡോസ് 11 ഇടാൻ പറ്റത്തില്ല. ബൈപ്പാസ് ചെയ്തൊക്കെ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒഫീഷ്യലി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് വിൻഡോസിന്റെ 11 AI ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ഫീച്ചർ ആഡ് ചെയ്താൽ ചിലപ്പോൾ ഈ പഴയ പീസുകളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത്രയും പൈസ പോയി. അപ്പൊ എപ്പോഴും അതുകൂടെ മുൻകണ്ടിട്ട് അതായത് നമ്മൾ ഇത് എടുക്കുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ ഒരു എപ്പോഴും ഒരു 3 years മുന്നിൽ കണ്ടിട്ട്. കാരണം നിങ്ങൾക്ക് 3 year വാറന്റി ബോർഡ് തരുന്നുണ്ട്, പ്രോസസർ തരുന്നുണ്ട്, മെമ്മറി തരുന്നുണ്ട്. 3 വർഷം എന്തായാലും നിങ്ങൾക്ക് കമ്പനി ചെലവിൽ ഓടിക്കാൻ പറ്റും. അപ്പൊ അതുകൂടെ മുൻകൂട്ടി കണ്ട് ഒരു PC ബിൽഡ് ചെയ്യണമെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൈസ് അല്ല, നിങ്ങളുടെ ഉപയോഗം കൃത്യമായി മുൻകൂട്ടി കണ്ടിട്ട് വേണം PC ബിൽഡിംഗ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ വിചാരിക്കുന്നത്. നീണ്ടുപോയെന്ന് ഇത് തന്നെ ഒരുപാട് നീണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട്, പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കമന്റിൽ നമുക്ക് പല പല ചോദ്യങ്ങൾ വരും. അപ്പൊ ആ ചോദ്യങ്ങളെല്ലാം കൂട്ടിയിട്ട് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കമന്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. പോസിറ്റീവും ചെയ്യാം, നെഗറ്റീവും ചെയ്യാം. ഇപ്പൊ നെഗറ്റീവ് ആണല്ലോ മാർക്കറ്റ് ഫുള്ള് നെഗറ്റീവ്. സ്റ്റോക്ക് എടുത്ത് നോക്കിയാലും നെഗറ്റീവ്. അപ്പൊ പിന്നെ എന്തായാലും നെഗറ്റീവ് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് പെയ്ഡ് പ്രൊമോഷൻ ഒക്കെയാണ്. അതെ, 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. 1 രൂപ പോലും മേടിച്ചിട്ടില്ല. ശ്രീതമ്മ നേരത്തെ അറിയാം, അതുകൊണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഇവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. അതൊരു എന്താ പറയാ, നിങ്ങളൊരു ഗെയിമിംഗ് ഭ്രാന്തനാണെങ്കിൽ എന്തായാലും ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ അപ്കമിങ് മാത്രമല്ല, നമുക്കിപ്പം ഗെയിമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് മെഷീൻസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും കൊണ്ടുവരാം. ടെക്നീഷ്യൻസ് എല്ലാം അവൈലബിൾ, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോട്ടെ, നമുക്കിപ്പം വീടുകളിൽ പോയി സർവീസ് ചെയ്യുമോ അതോ നമുക്ക് നിലവിൽ നമുക്ക് ഞാൻ എടുത്ത് ചോദിച്ചത് കാര്യം ഫീൽഡ് സർവീസ് ഉണ്ടോ? പലരും ഫീൽഡ് സർവീസ് ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതെ, കാരണം അത്രയും ഹ്യൂജ് ഐറ്റംസും ക്യാരി ചെയ്ത് അവിടെ പോയി ചെയ്യുന്നത്. ഐറ്റംസ് എല്ലാം ഉണ്ട്, കൊണ്ടുവന്നാൽ എന്താണോ പോയത് അത് ഫിക്സ് ചെയ്തോണ്ട് പോകാൻ പറ്റും.
നമുക്ക് അത്യാവശ്യം ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെ, വാട്സ്ആപ്പ് നമ്പർ ആണ് കേട്ടോ, വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. വാട്സ്ആപ്പ് വിളിക്കുന്നതിനും കുഴപ്പമില്ല. എപ്പോഴാണോ നമ്മുടെ ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ? ടൈമിംഗ് നമ്മൾ രാവിലെ 10 തൊട്ട് 8 മണി വരെയാണ് ഒഫീഷ്യൽ ടൈമിംഗ്. കുറച്ചൊക്കെ നീണ്ടുപോകാം, ഗെയിമിംഗ് ഒക്കെ കുറച്ച് കൂടുതൽ ചെയ്യണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഞായറാഴ്ചയും വർക്കിംഗ് ആണ്. ഇപ്പൊ എല്ലാവർക്കും ഞായറാഴ്ചകളിലേ ടൈം ഉള്ളൂ, ഞായറാഴ്ചയും വർക്കിംഗ് ആണ്. ഓ, അങ്ങനെ ഒരു ഓപ്ഷൻ ഞായറാഴ്ച അങ്ങനെ പ്രത്യേകിച്ച് ടൈമിംഗ് ഉണ്ടോ? ചിലടത്തൊക്കെ ഉച്ചവരെ ഉള്ളൂ, അങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെയില്ല. ഇല്ല, തീർച്ചയായും വിളിച്ചിട്ട് വരാം. അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക്. ഓക്കെ, എന്തുണ്ടെങ്കിലും നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവരുടെ ബാക്കി സംശയങ്ങൾ തീർത്തുകൊടുക്കാം. തീർച്ചയായും. ഓക്കെ, ബൈ.